സിമെറ്റിഡിൻ്റെ സിന്തസിസിലെ അതിലെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈഥൈൽ 2 ക്ലോറോ അസറ്റോ അസറ്റേറ്റ് ആണ്, പ്ലസ് ഫോർമമൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. സോ ഇതിൽ ഇമിഡസോൾ റിങ്ങിൻ്റെ ഫോർമേഷനാണ്. അപ്പോൾ റിംഗ് ക്ലോഷർ റിയാക്ഷൻ നടന്നു. ഇതിൻ്റെ 4ാമത്തെ പൊസിഷനിൽ വന്നിട്ട് ഒരു COOC2H5 എസ്റ്റർ ഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഈ എസ്റ്ററിനെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഹൈഡ്രലൈസ് ചെയ്തിട്ടുണ്ടാവും, പിന്നെ റിഡക്ഷൻ നടന്നിട്ടുണ്ടാവും. ഈ റിഡക്ഷൻ നടന്ന ശേഷമാണ് നമുക്ക് ഈ CH2OH കിട്ടുന്നത്. അതിനുശേഷം മെർക്യാപ്റ്റോ ഈഥൈൽ അമീനുമായിട്ട് റിയാക്ട് ചെയ്യാണ്. മെർക്യാപ്റ്റോ ഈഥൈൽ അമീൻ SHCH2NH2 ഇല്ലേ, അതുമായിട്ട് റിയാക്ട് ചെയ്യും. സോ ആ SHലെ ഹൈഡ്രജനും നമ്മുടെ ഇമിഡസോൾ റിങ്ങിലെ മിഥൈൽ ആൽക്കഹോൾ ഉണ്ടല്ലോ CH2OH, അതിൽ ഇതും കൂടെ ചേർന്നിട്ട് ഒരു വാട്ടർ റിലീസ് ചെയ്ത് പോകും. വാട്ടർ റിലീസ് ചെയ്ത ശേഷം അടുത്ത ഒരു ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം അടുത്ത ഒരു മെറ്റീരിയൽ, അടുത്തൊരു റിയാക്റ്റൻ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഡൈമീഥൈൽ സയനോ ഡൈതയോ ഇമിഡോ കാർബണേറ്റ്. ഇതാണ് ആ കോമ്പൗണ്ടിൻ്റെ നെയിം. ഇതും എന്ത് ചെയ്യാണ്, ക്ലബ് ചെയ്യാണ്. ഓക്കെ, ഇവർ തമ്മിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോർഷനിൽ CH3S ഉണ്ടല്ലോ, ഈ ഒരു പോർഷനും ഈ NHലെ ഒരു ഹൈഡ്രജനും കൂടെ ചേർന്നിട്ട് CH3SH റിമൂവ് ആയിപ്പോവും. എന്നിട്ട് ഈ കാർബൺ ഉണ്ടല്ലോ, സൈനോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത നൈട്രജനിലെ ഒരു കാർബൺ ഇല്ലേ, അത് വന്ന് ഫർദർ ഈ NHലേക്ക് അറ്റാച്ച് ചെയ്യാണ്. ഓക്കെ, NHലേക്ക് അറ്റാച്ച് ചെയ്ത ശേഷം നമുക്ക് അടുത്തൊരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യും. പിന്നെ മിഥൈലമീനുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ മിഥൈലമീൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, എവിടെ SCH3 അല്ലേ ഈ ടെർമിനൽ എൻഡിലിരിക്കുന്നത്, അതിനെ റീപ്ലേസ് ചെയ്തിട്ട് NHCH3 ആയിട്ട് കയറും. സോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സിന്തസിസ്. ഈസിയാണ്. ഇതിൻ്റെ നെയിംസ് ഒക്കെ ഉള്ളത് ഞാനിപ്പോൾ ഇടാം കേട്ടോ.